ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫേസ്ബുക്ക് ആഡ് ക്യാമ്പയിൻ എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ പേര് അൻസാർ, കോ ഫൗണ്ടർ ഓഫ് മെൻസ്മാർട്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പിക്ചർ ഉണ്ടല്ലോ, ഫേസ്ബുക്ക് ആഡ്സ് ഹൈറാർക്കിയാണത്. ആ ഈ പിക്ചറിൽ കാണുന്ന ആദ്യം ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ ആണ് വരിക, അതിന്റെ താഴെയാണ് ഫേസ്ബുക്ക് ആഡ് മാനേജർ വരിക, പിന്നെ ആഡ് അക്കൗണ്ട് വരും, അതിന്റെ താഴെയാണ് ക്യാമ്പയിൻ വരിക. ഈ ക്യാമ്പയിനിൽ താഴെ വരുന്നതാണ് ആഡ് സെറ്റ്, ആഡ് സെറ്റിന് താഴെ വരും ആഡുകൾ അഥവാ പരസ്യങ്ങൾ ഇവിടെയാണ് വരിക. അപ്പോൾ നമുക്കിന്ന് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് ആഡ് ഹൈറാർക്കിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കാണുന്ന വീഡിയോയിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് ക്യാമ്പയിൻ എങ്ങനെ സെറ്റ് ചെയ്യും, എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് facebook.com/ആഡ്സ് മാനേജർ എന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയുള്ളൊരു ഡാഷ്ബോർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്ററിൽ പ്രത്യക്ഷമാവും. അപ്പോൾ അതിലുണ്ടാവും ക്യാമ്പയിൻ ഉണ്ടാവും, അതേപോലെ തന്നെ ആഡ് സെറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ആഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്യാമ്പയിൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ക്യാമ്പയിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പച്ച ഇതിൽ ക്ലിക്ക് ചെയ്താൽ, ഇതാ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവുകൾ, അഥവാ അവയർനെസ്, ട്രാഫിക്, ആപ്പ് പ്രൊമോഷൻ, എൻഗേജ്മെന്റ്, ലീഡ്സ്, സെയിൽസ് ഒക്കെ. അപ്പൊ ഇതിൽ ഏത് തരം ക്യാമ്പയിൻ ആണ് നമ്മൾ ചെയ്യുന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അവയർനെസ് എന്താന്ന് നോക്കാം. അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങി, അതിന് ഞാനൊരു അൽഫ എന്ന ആ ഹോട്ടലിന് പേരിട്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയ ഹോട്ടൽ എനിക്ക് എല്ലാവരും അറിയിക്കണം, എങ്കിലും ഇതിലേക്ക് ആള് വരുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ എൻ്റെ ഹോട്ടലിനെ കുറിച്ച്, അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ ബ്രാൻഡ് അവയർനെസ്, ആ പേര് അത് ബ്രാൻഡ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവരും അതിലേക്ക് വരണം. ഞാൻ ആ ഹോട്ടലിൽ പുതിയൊരു ഡിഷ് പരീക്ഷിച്ചു, ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. ആ വീഡിയോ എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒബ്ജക്റ്റീവാണ് ഞാൻ ക്യാമ്പയിനിൽ ഉപയോഗിക്കുക, അവയർനെസ്. അഥവാ ഞാൻ തുടങ്ങിയ ആ ഒരു ഹോട്ടലിനെ കുറിച്ച് എല്ലാവരിലേക്കും അതൊരു അവയർനെസ് ആയി എത്തിക്കുക എന്നുള്ളതാണ് ഈ അവയർനെസ് എന്ന ഈ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആഡ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കോഴ്സ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. www.mensmart.com/fb എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ സൗജന്യമായിട്ട് അത് ആക്സസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് ആ കോഴ്സ് കാണുക. എൻ്റെ പേര് അൻസാർ, കോ ഫൗണ്ടർ ഓഫ് മെൻസ്മാർട്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.